പ്രകാശമേ മിഴി തുറക്കുക വേഗം. ഈശോ മിശിഹായിലേറെ പ്രിയപ്പെട്ടവരെ, മനുഷ്യനിൽ എന്നുമുള്ള ഒരു പ്രതിസന്ധിയാണ്, ആരാണ് ഏറ്റവും വലിയവൻ, ഞാനോ നീയോ? ആരാണ് വലിയവൻ എന്നുള്ള ഈ ഒരു ചിന്ത എല്ലാ കാലങ്ങളിലും ലോക ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഈ ചിന്തയുടെ ഉടമകളായിരുന്നു കർത്താവിന്റെ ശിഷ്യന്മാരും. കഫർനാമിൽ വെച്ച് അവർ സംശയിക്കുവാണ് തങ്ങളിൽ ആരാണ് ഏറ്റവും വലിയവൻ എന്ന്. അപ്പോൾ അതിന് മറുപടിയായി ഈശോ ഒരു ശിശുവിനെ എടുത്തു നിർത്തിയിട്ട് പറയുകയാണ്, ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് ഏറ്റവും വലിയവൻ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ ഈ നോമ്പ് കാലത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ സ്വയം ചെറുതായി തീരുവാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. എളുപ്പമല്ല സ്വയം ചെറുതായി തീരുക എന്ന് പറയുന്നത്. മറ്റുള്ളവരെ വലുതായി കണ്ടുകൊണ്ട് സ്വയം ചെറുതായി തീരുക എന്ന് പറയുന്ന പുണ്യം അഭ്യസിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. എങ്കിലും എളുപ്പമല്ലാത്ത ഈ സുഹൃതം, സ്വയം ചെറുതായി തീരുവാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി ഈ നോമ്പുകാലത്ത് നമുക്ക് പരിശ്രമിക്കുകയും ചെയ്യാം. അതിന് ഈശോ നമ്മെ സഹായിക്കട്ടെ. ആമീൻ. നിൻ വഴിയേ നടക്ക